ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൂന്തൽ നിറച്ച ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടേക്ക് കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ കൂന്തൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കൂന്തൽ നന്നായി വൃത്തിയാക്കണം. അപ്പം ഇതാ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂന്തൽ ചെറുതാണ്. അപ്പം കൂന്തലിൻ്റെ തലയും വാലുമൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മുളക് മുറിക്കുകയാണ്. ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി മുറിക്കുകയാണ്. കരിയാഞ്ചപ്പല വേണം അതിലേക്ക് ആവശ്യമായിട്ട്. അപ്പം നമ്മൾ കരിയാഞ്ചപ്പലിൻ്റെ മാവിൽ നിന്നും പറിക്കുകയാണ് കരിയാഞ്ചപ്പല. ഗ്യാസിലേക്ക് പാൻ വെച്ചു. തീ കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിക്കണം. ശേഷം അതിലേക്ക് പച്ചമുളക് ഇടുക. മസാലയാക്കാൻ വേണ്ടിയാണ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇടുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൂന്തലിൻ്റെ തലയും വാതിലും ഒക്കെ മുറിച്ചിട്ട് നമുക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പൊടി 1 സ്പൂൺ, മസാല 1 നുള്ള്, മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. നിറച്ചതിലേക്ക് പരക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുക. കൂന്തലിനെ കുത്താൻ ഈർക്കൽ വേണം. അപ്പം നമ്മുടെ ചെമ്മീനിലേക്ക് വേണ്ട മസാലയാണിത്. ചെമ്മീൻ ഇത് ഇപ്പുറത്തെ സൈഡുണ്ട്. അതിലേക്ക് വേണ്ട കോലും കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് സ്കിപ്പിൽ ചെമ്മീൻ എന്നാണ് പറഞ്ഞത്. ചെമ്മീനല്ല, കൂന്തലാണ്, മാറിപ്പോയതാണ്. അപ്പം നമ്മളുടെ ചെമ്മീൻ കൂന്തൽ റെഡിയായിരിക്കുകയാണ്. നമ്മൾ കൂന്തലിൽ മസാല പരക്കുകയാണ്. മുളക് വെള്ളം, എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം
മുളകിൽ പരക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടിക്കാൻ വേണ്ടി കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കുന്നു. നേരത്തെ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഇവിടുത്തെ എണ്ണൻ്റെ അടുക്ക കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം ഇപ്പം ഈ എണ്ണ ചൂടായ പാടൻ എണ്ണയിലേക്ക് ഇട്ട് പോയി കൂടുതൽ നിറച്ചതിനെ ചുടാൻ വേണ്ടി പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ നിറച്ചത് എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഇതാ പൊട്ടിയിൽ തെറിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം. ഈ കൂടുതൽ നിറച്ചത് നമുക്ക് എണ്ണയിലിടാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടാകുമ്പോൾ വറച്ചിടണം. എന്നിട്ട് ഇതാ നന്നായി എണ്ണ ചൂടായിക്കൊണ്ട് വേവുന്നുണ്ട്. അപ്പം ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മറിച്ചിട്ടു. ഇനി നമ്മൾ കോരിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായി പരീക്ഷിച്ച് നോക്കിയതാണ്. കൂന്തൽ ചെറുതാണ് കേട്ടോ. അത് നമ്മൾ കൂന്തൽ കണ്ടപ്പോൾ ഒന്ന് ആക്കി നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ആക്കി നോക്കിയതാണ്. അപ്പം പിന്നെ ടേസ്റ്റ് ഉണ്ടോയെന്നെല്ലാം നോക്കണം. ഇപ്പം നമ്മൾ ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് തീച്ചതേ ഉള്ളൂ.